എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സൈഫ് അലി ഖാനെ മോഷ്ടാവ് കുത്തിയ സംഭവത്തിൽ നടനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും മുറിവുകളുടെ എണ്ണത്തിലും ക്രമക്കേട്. 16-ന് പുലർച്ചെ 2:30 ആക്രമണം നടന്നുവെങ്കിലും 4:10 ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് രേഖകൾ. എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഇത്രയും സിവിയർ ആയിട്ട് 6 കുത്ത് കിട്ടിയ, കഴുത്തിന്റെ ഇവിടെയും സ്പൈനിന്റെ അവിടെയും കുത്ത് കിട്ടിയ സൈഫ് അലി ഖാൻ ഏകദേശം ഒരു മണിക്കൂർ 40 മിനിറ്റ് എവിടായിരുന്നു? അത് മാത്രം ചോദിക്കരുത് സാർ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. സൈഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ലീലാവതി ഹോസ്പിറ്റലിലോട്ട് 2 കിലോമീറ്റർ ദൂരമുള്ളൂ. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? ആശുപത്രി 16-ാം തീയതിക്ക് ശേഷം എടുക്കിയ വാർത്താക്കുറിപ്പിലടക്കം പറഞ്ഞിരുന്നത് ശരീരത്ത് 6 മുറിവുകൾ ഉണ്ട് എന്നാണ്. പക്ഷെ അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. 6 കുത്ത്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ലീലാവതി ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടിനകത്ത് 5 കുത്തുകൾ മാത്രമേ ഉള്ളൂ. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ഒരു കുത്ത് ആവിയായി പോയി. 5 കണ്ടാണ്. ഒരു കുത്ത് ആവിയായി പോയി. എങ്ങോട്ട് പോയത് നോ ഐഡിയ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അടിമുടി പൊരുത്തക്കേടാണ്. അതായത് സൈഫ് അലി ഖാന്റെ മൊഴിയിൽ പൊരുത്തക്കേട്, ആശുപത്രിയിലുള്ള രേഖകളിലെല്ലാം പൊരുത്തക്കേട്. എവിടെയോ എന്തോ തകരാറുണ്ട്. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം. അല്ല, എന്ത് പറയാനാ? ഇത്രയും വലിയ കോടീശ്വരനായ സൈഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ ചെന്നത് ഒരു ഓട്ടോ പിടിച്ചാണ് ഗൈസ്. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? അവിടെയാണ് എല്ലാവർക്കും സംശയം. എന്തോടെ സൈഫ് അലി ഖാനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി, ഒരു കാർ ഇല്ലേ? ഒരു റോൾസ് റോയ്സില്, മിനിമം ഒരു മെർസിഡസ് ബെൻസില്, അതിലും കുറഞ്ഞൊരു സെറ്റപ്പിൽ ഇങ്ങനെ തീരെ പ്രതീക്ഷിച്ചതല്ല ഞാൻ. ഈ ഒരു കേസിലെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ, ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും സൈഫ് അലി ഖാനെ കൊണ്ടുകൊണ്ടിട്ടുണ്ടോ? അത് കാണിക്കാൻ കൊള്ളുകയില്ലാത്ത സ്ഥലത്താ, അതുകൂടെ കാണിക്കട്ടെ. പുക മാത്രം, ഒന്നും മനസ്സിലാവരുത്. നട്ടലിനും ഇവിടെയും കഴുത്തിനും കുത്തുകിട്ടിയ ആളാണ് 4-ന്റെ അന്ന് ദാണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. നീയോ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നോ? ഇവിടെ എങ്ങാണ്ട് കുറച്ച് സ്റ്റിച്ചിന്റെ പാടുകളുണ്ട്, കയ്യിലൊരു പൊട്ടുണ്ട്, വേറെ ഒന്നും ഇയാളെ വെത്തില്ല. എന്തോ ഒരു കള്ളം നിന്റെ മനസ്സിലുണ്ട്. 2 മേജർ സർജറി നടത്തിയെന്നാണ് പറയുന്നത്. അണ്ണനാണ് ഈ കാണുന്നത്, നിങ്ങൾ കണ്ടത്. ഒരു കുരു അണ്ണനില്ല. പരനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന വളരെ മറ്റേ സ്വാഗിലാണ് ഇങ്ങനെ നടക്കുന്നത്. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്. ഇൻഷർട്ടൊക്കെ ചെയ്ത് വെള്ളയും ജീൻസും ഒക്കെ ഇട്ട്, കയ്യിലൊരു ബാൻഡേജ് ഉണ്ട്, കഴുത്തിൽ ഇവിടെ ഒരു ബാൻഡേജ് ഉണ്ട് കേട്ടോ. വേറെ ഒരു കുരുവും ഇല്ല അണ്ണന്. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. ഇതെന്തോ അറ്റ്ലി എങ്ങാണ്ട് എഴുതി കൊടുത്ത കഥ അവനാണ് ചാൻ. അല്ലെങ്കിൽ ഇത്രയും മണ്ടത്തരം ഒന്നും കാര്യം കാണിച്ചു നോക്കൂ. തമിഴ് ഏത് ഗർത്തത്തിൽ ഇതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരും. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.